രക്തം കുടിക്കുന്ന ഒരു ഭീകരജീവിയായി പേടിയുള്ളവർ കണക്കാക്കുന്ന എന്നാൽ അത്രമാത്രം അപകടകാരിയല്ലാത്തൊരു ജീവിയാണ് അട്ട. ഹൊറർ ചിത്രങ്ങളിലും പഴങ്കഥകളിലുമെല്ലാം ഒരു സ്ഥിര ചർച്ചക്കാരനായ ഈ ജീവികൾ കരയിലും ജലത്തിലുമെല്ലാം ഒരുപോലെ കാണപ്പെടാറുണ്ട്. അന്റാർട്ടിക്കയിലൊഴികെ മറ്റെല്ലാ സ്ഥലങ്ങളിലെയും സ്ഥിര സാന്നിധ്യമായ അട്ടകൾ മണ്ണിരയെ പോലെ തന്നെ ശരീരം സെഗ്മെന്റുകളായി തിരിച്ച ജീവികളാണ്. പക്ഷേ മണ്ണിരകൾ വലുതാവുന്നതനുസരിച്ചാണ് അവരുടെ ശരീരത്തിൽ സെഗ്മെന്റുകൾ കൂടി വരുന്നത്. അതേസമയം അട്ടകൾ കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ള സെയിം നമ്പർ ഓഫ് സെഗ്മെന്റ്സ് തന്നെയാണ് വലുതാകുമ്പോഴും ഉണ്ടാകാറുള്ളത്. മണ്ണിരയെ പോലെ തന്നെ മെയിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗാൻസ് ഓരോ അട്ടകളിലും അടങ്ങിയിട്ടുണ്ട്. എന്നാൽ സെൽഫ് റീപ്രൊഡക്ഷൻ ഇവർക്ക് സാധ്യമല്ല. ലോകത്തിൽ 600-ലധികം സ്പീഷീസ് അട്ടകളുണ്ട്. ഇതിൽ ചില സ്പീഷീസുകളുടെ മാക്സിമം വലുപ്പം 8 ഇഞ്ചാണെങ്കിൽ മറ്റു സ്പീഷീസുകളിൽ അത് 1.5 അടി വരെയാണ്. പുരാതന കാലം തൊട്ടേ അട്ടകളെ മനുഷ്യർ പല അസുഖങ്ങളെയും ചികിത്സിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ത്വക്ക് രോഗവും ഇൻഫെക്ഷനുമെല്ലാം ബാധിച്ച സ്ഥലങ്ങളിലെ രക്തം ഊറ്റി കുടിക്കാനാണ് പണ്ട് ഇവരെ ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ജീവികളുടെ ശരീരത്തിലെ രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ആന്റി കൊയാഗുലന്റുകൾ പലതരം മൈക്രോ സർജറികളിലും പ്ലാസ്റ്റിക് സർജറികളിലും ഉപയോഗിക്കാറുണ്ട്. ശരീരത്തിലെ രണ്ടറ്റത്തുമുള്ള സക്കേഴ്സ് ഉപയോഗിച്ചാണ് ഇവർ ചലനം സാധ്യമാക്കുന്നത്. ഈ രീതിയിൽ ഹോസ്റ്റിന്റെ ശരീരത്തിലെത്തുന്ന അട്ടകൾ അവരുടെ കൂർത്ത പല്ലുകൾ ഉപയോഗിച്ച് ഹോസ്റ്റിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കുകയും ആ മുറിവിലൂടെ രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ആന്റി കോയാഗുലന്റുകൾ കടത്തിവിടുകയും അതിനുശേഷം ഹോസ്റ്റിന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നു. ഹോസ്റ്റിനെ വേദനിപ്പിക്കാതെ ഇതെല്ലാം ചെയ്യാനും ഇവർക്ക് സാധിക്കും.